ബീഫിൻ്റെ കൂടെയോ ചിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ കടലയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് തന്നെ ജാറെടുത്ത് വെച്ചിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി, തേങ്ങ, ചോറ് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1 ടീസ്പൂണോളം ജീരകവും കൂടെ, നല്ല ജീരകമാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഇത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് ഈസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് അരയ്ക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇതിൽ തന്നെ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട്, ഒത്തിരി പുളിച്ച് പോവാതെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ. ഇനി ഒരു ദോശക്കൽ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒരു കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്ത് പരത്തി ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ആയി കഴിയും. അന്നേരം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ രണ്ട് വശം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല.